ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ ഏതു വർഷമാണ് ബഹിരാകാശ യാത്ര നടത്തിയത്? 1984. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ചന്ദ്രദിന ക്വിസ്. LP, UP, HS വിഭാഗങ്ങൾക്ക് അനുയോജ്യമായ ഈ ക്വിസിലേക്ക് സ്വാഗതം. ഉണ്ണീസ് വിജയപാത ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചന്ദ്രന് ഒരു തവണ ഭൂമിയെ ചുറ്റുന്നതിന് എത്ര സമയം വേണമെന്ന് അറിയാമോ? 27 ദിവസം 7 മണിക്കൂർ 43.2 സെക്കൻഡ് സമയം. ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ശൂന്യാകാശ ഗോളം ഏതാണ്? ചന്ദ്രൻ. ചന്ദ്രൻ എന്ന ഒരു ഗോളത്തിലേ ചെന്നെത്തിയിട്ടുള്ളൂ. ചന്ദ്രനിൽ ആദ്യമിറങ്ങിയ ശൂന്യാകാശ പേടകം ഏതാണ്? ലൂണ 2. 1959 ഈ പേടകം ചന്ദ്രനിൽ ഇറങ്ങിയത്. എവിടെ നിന്ന് ലഭിക്കുന്ന പ്രകാശമാണ് ചന്ദ്രൻ പ്രതിഫലിപ്പിച്ചു നാം നിലാവ് രൂപത്തിൽ കാണുന്നത്? സൂര്യൻ. സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് ചന്ദ്രന്റെ ഭൂമിയിൽ നിന്നും നാം കാണാത്ത മറുഭാഗത്തിന്റെ ചിത്രമെടുത്ത ആദ്യ പേടകം ഏതാണ്? ലൂണ 3. 1959. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനിർമ്മിതമായ പേടകം ഏതാണ്? ലൂണ 9. 1966. ലൂണ പേടകങ്ങൾ വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ. ചന്ദ്രന്റെ മറ്റൊരു പേര്. ചന്ദ്രന്റെ മറ്റൊരു പേരാണ് ലൂണ. ലൂണ. ചന്ദ്രന്റെ ഉപരിതലം കുന്നുകളും കുഴികളും നിറഞ്ഞത് ആണെന്ന് ആദ്യമായി പറഞ്ഞതാര്? ഗലീലിയോ ഗലീലി. ഗലീലിയോ ഗലീലി. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഇരുണ്ട ഭാഗങ്ങൾക്ക് നൽകിയ പേരെന്താണ്? മരിയ. മരിയ എന്നാണ് നൽകിയ പേര്. മരിയ എന്ന ലാറ്റിൻ ഭാഷയിലെ വാക്കിന്റെ അർത്ഥം എന്താണ്? കടലുകൾ. കടലുകൾ എന്നാണ് അർത്ഥം. ചന്ദ്രനിലെ പ്രകാശമാനമായ ഇടങ്ങൾക്ക് നൽകിയ പേരെന്ത്? ടെറേ. ടെറേ എന്ന ലാറ്റിൻ പദത്തിന് അർത്ഥം ഭൂഖണ്ഡങ്ങൾ. ചന്ദ്രന്റെ 59% ഭാഗം വരെ ഭൂമിയിൽ നിന്നും കാണാമെങ്കിലും ഒരു സമയം കാണാൻ കഴിയുന്നത് എത്ര ശതമാനം ഭാഗം മാത്രമാണ്? 50% ഭാഗം, അതായത് നേർപകുതി ഭാഗം. ചന്ദ്രന്റെ ഇരുണ്ട വശം എന്ന് നാം പറയുന്നത് ഏതു ഭാഗത്തെയാണ്? ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ എതിർവശം. ഉൽക്ക അവശിഷ്ടങ്ങൾ നിറഞ്ഞ ചന്ദ്രന്റെ ഉപരിതലത്തിലെ മണ്ണിന് പറയുന്ന പേരെന്ത്? റിഗോലിത്ത്. റിഗോലിത്ത് എന്നാണ് പറയുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്രദൗത്യം ഏതാണ്? ചാന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രന്റെ ഏതു ഭാഗത്താണ്? ധ്രുവങ്ങളിൽ, ധ്രുവപ്രദേശങ്ങളിലാണ്. ചന്ദ്രന്റെ സ്വാധീനം മൂലം ഭൂമിയിൽ നിത്യേന സംഭവിക്കുന്ന പ്രതിഭാസം ഏതാണ്? വേലിയേറ്റം, വേലിയിറക്കം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ അയോ കഴിഞ്ഞാൽ സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രതയേറിയ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. ചന്ദ്രനാണ് രണ്ടാമത്. ചന്ദ്രനിൽ പകൽ സമയത്ത് ശരാശരി ഉപരിതല താപനില എത്രയാണ്? 107 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിൽ രാത്രികാലത്ത് ഉപരിതല താപനില എത്രയാണ്? -153 ഡിഗ്രി
സെൽഷ്യസ്. പൗർണമി ദിനത്തിൽ, അതായത് വെളുത്ത വാവ് ദിവസം നടക്കുന്ന ഗ്രഹണം ഏതാണ്? ചന്ദ്രഗ്രഹണം, ലൂനാർ എക്ലിപ്സ്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ സംഭവിക്കുന്ന ഗ്രഹണം ഏതാണ്? ചന്ദ്രഗ്രഹണം, ലൂനാർ എക്ലിപ്സ്. ക്വിസുകളിൽ വിജയിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഗ്രഹണം ഏതാണ്? സൂര്യഗ്രഹണം, സോളാർ എക്ലിപ്സ്. അമാവാസി, അതായത് കറുത്ത വാവ് ദിവസം സംഭവിക്കുന്ന ഗ്രഹണം സൂര്യഗ്രഹണം, സോളാർ എക്ലിപ്സ്. ആദ്യമായി മനുഷ്യരുമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ അപ്പോളോ മിഷൻ ഏത്? അപ്പോളോ 7, 1968 ഒക്ടോബർ 11. മനുഷ്യരുമായി ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ചാന്ദ്ര പര്യവേക്ഷണ മിഷൻ ഏതാണ്? അപ്പോളോ 8, 1968 ഡിസംബർ 21 വിക്ഷേപിച്ചു. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ പേര്? നാസ, NASA. NASA, നാസ എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ പേര്? ISRO, ഇസ്രോ, ISRO. ISRO എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നതിന്റെ ചുരുക്കമാണ്. ബംഗളൂരുവിലുള്ള ISRO ആസ്ഥാന മന്ദിരത്തിന്റെ പേര്? അന്തരീക്ഷ ഭവൻ, അന്തരീക്ഷ ഭവൻ. ഇന്ത്യയുടെ പ്രധാന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര് എന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, തുമ്പ, തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ആര്യഭട്ട, ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ്? 1975 ഏപ്രിൽ 19. ആര്യഭട്ട ഉപഗ്രഹം വിക്ഷേപിക്കാൻ സഹായിച്ച രാജ്യമേത്? സോവിയറ്റ് യൂണിയൻ, അതായത് ഇന്നത്തെ റഷ്യ. ഇന്ത്യ സ്വന്തമായി വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? രോഹിണി, രോഹിണി ഉപഗ്രഹം. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? രോഹിണി, രോഹിണി ഉപഗ്രഹം. രോഹിണി പരമ്പരയിലെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്നാണ് ഇന്ത്യ രോഹിണി ഉപഗ്രഹം ആദ്യമായി വിക്ഷേപിച്ചത്? 1979 ആഗസ്റ്റ് 10. വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എഡ്യൂസാറ്റ്. 2004 എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ആപ്പിൾ. 1987 ആപ്പിൾ വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? കൽപ്പന 1, കൽപ്പന 1. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയ പേടകം ഏത്? വോസ്റ്റോക്ക് 1, വോസ്റ്റോക്ക് 1 എന്ന പേടകം. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? അലൻ ഷെപ്പേർഡ്. 47-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ചാൾസ് ഡ്യൂക്ക്. 36-ാം വയസ്സിൽ ചാൾസ് ഡ്യൂക്ക് ചന്ദ്രനിൽ ഇറങ്ങി.
ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ആദ്യ വ്യക്തി? ഗലീലിയോ ഗലീലി. ഗലീലിയോ ആണ്. സെലനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജോഹാൻ ഷ്രോട്ടർ. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. ഉടൻ ഇപ്പോൾ തന്നെ ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.